ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, അപ്പോൾ നിങ്ങളിവിടെ കെട്ടിയത് കാണുന്നുണ്ടാവുമല്ലോ, 2 സാരി എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, പന്നി ശല്യം മൂലം പന്നികൾ പൂളയും പിന്നെ നമ്മളെ കൂവയൊക്കെ നശിപ്പിക്കുകയാണെന്ന്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാരി വെച്ചിട്ട് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ, പന്നികൾ ഇപ്പോൾ ഈ വഴി കൂടെ ഇങ്ങനെ വരികയാണെങ്കിൽ തന്നെ അവർ ഈ മറ കണ്ടു കഴിഞ്ഞ് അങ്ങോട്ട് കടക്കില്ല കേട്ടോ. അതാണ് പറയാറ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അപ്പുറത്തുള്ളത് കാണില്ല. അപ്പോൾ അതൊരു ഒരു വേലിയോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് അവർ അങ്ങോട്ട് കടക്കില്ല എന്നാണ് വിശ്വാസത്തിൽ കെട്ടിയിറക്കുക കേട്ടോ അച്ഛനും അമ്മയും. അപ്പോൾ അത് എന്താണ്, അച്ഛൻ കഷ്ടപ്പെട്ടിട്ട് കൂവി പിന്നെ അതിൻ്റെ ഇടയിൽ വഴുതനങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് അടുത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം കേട്ടോ ഒന്ന്. ഈ കാണുന്നതൊക്കെ കൂവയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ പന്നികൾ വന്നിട്ട് ഇതിപ്പോൾ കിഴങ്ങിറങ്ങേണ്ട സമയമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ തിരുവാതിര സമയത്താണല്ലോ കൂവ പറിക്കുക. അപ്പോൾ ആ സമയത്തേക്കാണിത്. ഇപ്പോൾ കൂവ കിഴങ്ങിറങ്ങുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ പന്നികൾ പെട്ടെന്ന് വന്നിട്ട് ഇത് നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അച്ഛനമ്മയും നമ്മുടെ 2 സാരിയൊക്കെ എടുത്തിട്ട് ഇവിടെ കെട്ടിയിരിക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വഴുതനങ്ങയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ വഴുതനങ്ങയാണ്. ഇത് വഴുതനങ്ങ വിത്തിന് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ കൂവയാണ് കേട്ടോ. നമ്മൾ ഈ വൃശ്ചികം തേനും സമയത്തോട്ടോ നല്ല കിഴങ്ങിറങ്ങുന്ന സമയം. ധനുമാസത്തിലാണല്ലോ തിരുവാതിര. അപ്പോൾ ആ സമയത്തേക്ക് പറിക്കണ തരത്തിലാണ് കേട്ടോ കൂവ. അപ്പോൾ കൂവ മാത്രമല്ല, നമ്മുടെ ഇവിടെ കിഴങ്ങുണ്ട് കേട്ടോ, ചെറുകിഴങ്ങ്. അപ്പോൾ അതും പന്നി നശിപ്പിക്കാനിടയുണ്ട്. അപ്പോൾ അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അച്ഛനമ്മയും കൂടി ഇങ്ങനെ സാരി കൊണ്ട് കെട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ കൂവ മാത്രമല്ല, അവിടെ ചേനയുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ പന്തൽ കെട്ടിയിരിക്കുന്നത് കോവയ്ക്ക കേട്ടോ. കോവയ്ക്കയുടെ പന്തലാണ്. അപ്പോൾ അതിൻ്റെ കോവയ്ക്കയുടെ അടിഭാഗത്തോട്ട് ഈ ചേനയും കിഴങ്ങും പിന്നെ അതേപോലെ പറഞ്ഞ പോലെ തന്നെ കൂവ ഇതൊക്കെ നട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ കോവയ്ക്കയുടെ താഴെയായിട്ട് ഇഞ്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഇഞ്ചിയും ഇപ്പോൾ പന്നികൾക്ക് ഒരു ഇതില്ല. അത് ഇഞ്ചി മാന്തിയിട്ട് അവർ തിന്നാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുത്തി നിരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിൽ ഇങ്ങനെ സാരിയും കൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കൂർക്കയുണ്ട്, കൂർക്കയും കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും കൂടിയാണ് കേട്ടോ. നമ്മളിവിടെ അരിമുളക് നന്നായിട്ട് ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. മൂക്കണേ ഉള്ളൂ കേട്ടോ അരിമുളക്. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ, മണ്ണിൻ്റെ അടിയിൽ നിന്നുണ്ടാവുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് കേട്ടോ പന്നികളുടെ ശല്യമുള്ളൂ. കോവയ്ക്ക പിന്നെ ഈ അരിമുളക് അതിനൊന്നും പന്നികളുടെ ശല്യമില്ല കേട്ടോ. പിന്നെ കൂർക്കയ്ക്ക അതൊക്കെയാണ് ധാരാളമായിട്ട് പന്നി മാന്തിയിടുക. അപ്പോൾ അവിടെ സാരിയല്ല, ചാക്കാണ് കേട്ടോ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ വെള്ള ചാക്ക് കെട്ടുമ്പോൾ തന്നെ പന്നികൾക്ക് ആ കളറ് കണ്ടാൽ തന്നെ അവരത് വരില്ല എന്നാണ് പറയണത്. അത് വിചാരിച്ചിട്ട് കെട്ടിയിരിക്കുക കേട്ടോ ഒരു വിശ്വാസത്തിൽ.